ഇന്ന് മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് കുറച്ച് റിവർ ഫിഷ് ആണ്, നദിയിലെ മീനാണ്. ആവോലിയുടെ മറ്റൊരു തരം. അത്രയും വിലയൊന്നുമില്ല. ഇത് കിലോ 250 രൂപ വിലയുള്ളൂ. ഭയങ്കര ടേസ്റ്റ് ആണിത്. അപ്പോൾ ഇന്ന് അത് കിട്ടി. അപ്പൊ ഒരു മുളകും പുളി, തേങ്ങ അരയ്ക്കാതെ മുളകും പുളിയൊക്കെ ചേർത്തിട്ട് ഒരു കറിയാണ് ഉദ്ദേശിക്കുന്നത്. വായു ആദ്യം അല്പം എണ്ണ ചൂടാക്കാൻ വെച്ചു. തിളച്ച എണ്ണയിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അല്പം ഉപ്പ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ എളുപ്പം ചുവന്ന നിറത്തിലാകത്തി. കറിക്കും കൂടെ കണക്കാക്കിയിട്ടിരിക്കാൻ ഇടയാണ്. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അരിഞ്ഞ് വെച്ചേക്കുന്ന മുളകും കറിവേപ്പില, 2 വറ്റൽമുളക്, അല്പം സമയം എടുക്കും. നല്ലൊരു ഫ്ലേവറാണ്, മണം, നല്ല മണമാണ്. മീൻകറിയുടെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ്. അപ്പൊ ഇട്ടത് മുളക് പൊടിയാണ്, 3 സ്പൂണാണ് ഇട്ടത്. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി കുറച്ച്, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്ക് കുറച്ച് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പുളി കലക്കിയ വെള്ളമാണ് ഇത്. പുളി കലക്കി വെച്ചിരിക്കുകയാണ്. കാരണം പുളിയിലൊക്കെ ഇപ്പൊ ഒത്തിരി അഴുക്കുകളൊക്കെ അല്ലേ. അപ്പൊ നമ്മള് ശ്രദ്ധിക്കാവുന്നിടത്തോളം നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന് ചൂടായിട്ടുണ്ട്. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീനിടാം. എനിക്ക് ഏറ്റവും ഇഷ്ടം തലയാണ് കേട്ടോ. തക്കാളിയും കൂടെ അതിനോടൊപ്പം അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നാണ് ചോറും വയ്ക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് കൂവരവിന്റെ ദോശയോ ഓട്സോ ഏത്തയ്ക്ക പുഴുങ്ങിയത് കുറച്ച് ഹെൽത്ത് കൂടെ ഒക്കെ ഒന്ന് നോക്കുകയാണ്. പറഞ്ഞ കണക്ക് വാർദ്ധക്യം എന്ന് പറയുന്നത് നമ്മൾ ഭയമില്ല, ആശങ്കയില്ല. പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മക്കളായാലും പറയില്ലല്ലോ പിന്നീട് ശ്രദ്ധിക്കാതെയാണെന്നും. നമുക്ക് വേണ്ടിയും കൂടി നമുക്ക് ശ്രദ്ധിക്കാം, നമ്മുടെ മക്കൾക്ക് വേണ്ടിയും കൂടി നമുക്ക് ശ്രദ്ധിക്കാം ആരോഗ്യം. ഓക്കെ, മുളകിട്ട് വെച്ച മീൻകറി, പുളിയും മുളകും തയ്യാറായിട്ടുണ്ട്. നോക്കുക, വേണ്ടേ, പറ്റിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇറക്കാനായിട്ട്. നാളെയൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഓക്കെ, ട്രൈ ചെയ്യുക. ബൈ.